ഇന്ത്യയിലെ ഏതൊരു വീട്ടിലും ഒന്ന് തുമ്മിയാലോ അല്ലെങ്കിൽ ചെറിയൊരു വേദന വന്നാലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടയേർഡായി കണ്ടാലോ ആദ്യം ചെയ്യുന്നത് ഒരു പാരസെറ്റമോൾ കഴിക്കുക എന്നുള്ളതാണ്. ഒരു ചായയുടെ കൂടെ ബിസ്ക്കറ്റ് എടുക്കുന്ന അതേ ലാഘവത്തോടു കൂടിയാണ് എന്തിനും ഏതിനും നമ്മൾ പാരസെറ്റമോൾ കഴിക്കുന്നത്. ഇങ്ങനെ എന്തിനും ഏതിനും പാരസെറ്റമോൾ അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഏത് മരുന്നും കഴിക്കുന്നവർക്ക് ഒരു ഷോക്കിംഗ് ന്യൂസ് ഉണ്ട്. ഹായ് എവരിവൺ, ഞാൻ അഭിരാമി. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റിയായ CDSCO, അതായത് ദ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ, തങ്ങളുടെ മന്ത്ലി അലേർട്ടിൽ അല്ലെങ്കിൽ റിപ്പോർട്ടിൽ ഏകദേശം 50ഓളം ഹൗസ് ഹോൾഡ് കോമൺ മെഡിസിൻസ്, അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നോർമൽ മെഡിസിൻസ് അവരുടെ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടതായി കണ്ടെത്തി. CDSCOയുടെ ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ മെഡിസിൻസ് ആണ് ഉൾപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്കറിയോ? ഈ ലിസ്റ്റില് ആന്റാസിഡ്സ്, ആന്റി ഡയബറ്റിക് മെഡിസിൻസ്, കാൽഷ്യം സപ്ലിമെന്റ്സ്, ഹൈ ബ്ലഡ് പ്രഷർ പിൽസ്, അതുപോലെ തന്നെ പനിക്കും അതുപോലെ തന്നെ കോൾഡിനൊക്കെ ഉപയോഗിക്കുന്ന പാരസെറ്റമോൾ, ഇങ്ങനെയുള്ള എല്ലാ മെഡിസിൻസും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 48 ഡിഫറെന്റ് ലൊക്കേഷൻസിൽ നിന്ന് ഏകദേശം 35ഓളം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ 50ഓളം ഡ്രഗ്സ് ആണ് CDSCO അവരുടെ പരിശോധനയ്ക്കായിട്ട് തിരഞ്ഞെടുത്തത്. ഈ 50ഓളം ഡ്രഗ്സും NSQ, അതായത് നോട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അല്ലെങ്കിൽ സബ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിട്ട് തിരിച്ചറിഞ്ഞു. ഇത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലെ ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സിനെ പറ്റി, അതായത് ഗുണനിലവാര നിയന്ത്രണ നടപടികളെ പറ്റി ഗുരുതരമായ ആശങ്കകളാണ് ഉയർത്തുന്നത്. ഇനി ആരാണ് CDSCO? അവർ എങ്ങനെയാണ് ഈ മെഡിസിൻസ് ടെസ്റ്റ് ചെയ്യുന്നത്? CDSCO എന്ന് പറയുന്നത് കോസ്മെറ്റിക് പ്രൊഡക്ട്സ്, അതായത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കോ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ് മെഡിസിൻസിനോ അല്ലെങ്കിൽ മെഡിക്കൽ ഉപകരണങ്ങൾക്കോ വേണ്ടി അവരുടെ ഒരു റെഗുലേറ്ററി കമ്മിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ CDSCO. CDSCO പല സമയത്തും ഡ്രഗിന്റെ സാമ്പിൾസ് കളക്ട് ചെയ്യും. ഇത് ഏത് സ്ഥലത്ത് നിന്ന് വേണോ കളക്ട് ചെയ്യാം. ചിലപ്പോൾ ഇവർ കളക്ട് ചെയ്യുന്നത് മാനുഫാക്ചറിംഗ് പ്ലേസിൽ നിന്നായിരിക്കും, അതായത് ആ മരുന്ന് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ വെയർ ഹൗസിൽ നിന്ന്, അതായത് ആ മരുന്ന് സ്റ്റോറേജ്, അതായത് സൂക്ഷിക്കുന്ന സ്ഥലത്ത് നിന്ന്, ഇതുമല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്സിൽ നിന്ന്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് നിന്ന് ഈ ഡ്രഗ്സ് കളക്ട് ചെയ്തിട്ട് ഈ കളക്ട് ചെയ്ത ഡ്രഗ്സിനെ, ആ സാമ്പിളിനെ ഇവര് ലബോറട്ടറിയിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അയക്കും. ഈ അയച്ച സാമ്പിൾസ് 1940-ലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പ്രകാരം ഈ സാമ്പിൾസിന്റെ ഐഡന്റിറ്റി, സ്വച്ഛത, മറ്റു ഗുണനിലവാര ഘടകങ്ങളൊക്കെ പരിശോധിക്കുകയും അതിന്റെ കൂടെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്, അതായത് APIs, അതുപോലെ തന്നെ ഇംപ്യൂരിറ്റീസ്, പിന്നെ മൈക്രോബയോളജിക്കൽ കണ്ടാമിനേഷൻ, ഇങ്ങനെയെല്ലാം ചെക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ സാമ്പിൾസ് അല്ലെങ്കിൽ ഈ ഡ്രഗ് സാമ്പിൾസ് ഈ ചെക്ക് അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ഡിസ്ക്വാളിഫൈ ആയാൽ, പരാജയപ്പെട്ടാൽ അവരതിനെ നോട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, അതായത് NSQ എന്ന് ലേബിൾ ചെയ്യും. ഇങ്ങനെ NSQ എന്ന് ലേബിൾ ചെയ്ത മെഡിസിൻസിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവും. CDSCOയുടെ ഈ ഒരു റിപ്പോർട്ടിനെതിരെ ഡ്രഗ് മാനുഫാക്ചറേഴ്സും പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ പ്രതികരണം അനുസരിച്ച് അവർ പറയുന്നത് ചിലപ്പോ ഈ CDSCO കണ്ടെത്തിയ ഈ സാമ്പിൾസ് ആ ഒരു ബാച്ച് മാത്രം ഡിഫക്റ്റ് ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവർ പറയുന്നത് ഈ മെഡിസിൻസ് നോൺ ജെനുവിൻ ആണ്, അതായത് ഈ ഡ്രഗ് മാനുഫാക്ചറേഴ്സിന്റെ പേരിൽ മറ്റാരോ ഉണ്ടാക്കിയതാണ് ഈ ഡ്രഗ് സാമ്പിൾസ് അല്ലെങ്കിൽ ബാച്ചസ്. സോ ഈ രണ്ട് കാരണങ്ങളാണ് ഡ്രഗ് മാനുഫാക്ചറേഴ്സ് പറയുന്നത്. എന്നാൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ആര് പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിലാണോ എന്തെങ്കിലും പ്രശ്നം എന്നുള്ളത്. നമ്മളിപ്പോൾ പാരസെറ്റമോൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പാരസെറ്റമോൾ നമ്മുടെ ലിവർ അല്ലെങ്കിൽ കിഡ്നി അഫക്ട് ചെയ്യുന്നതിനെ പറ്റി ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. ശരിക്കും കിഡ്നി അല്ലെങ്കിൽ ലിവർ ടോക്സിസിറ്റി ഈ പാരസെറ്റമോൾ ഉണ്ടാക്കും, അതായത് പാരസെറ്റമോളിന്റെ ഓവർഡോസ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ കൺട്രീസും അതുപോലെ തന്നെ ഓസ്ട്രേലിയ, USA ഇങ്ങനെയുള്ള കൺട്രീസിനും ഒക്കെ പാരസെറ്റമോളിന്റെ ഉപയോഗത്തെ പറ്റി സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഓൾറെഡി ഓവർഡോസ് ഓഫ് പാരസെറ്റമോളും ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ ഒരു ഡ്രഗ് ടെസ്റ്റ് പാരസെറ്റമോൾ ഫെയിൽ ആകുമ്പോൾ ഇത് ശരിക്കും ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റാൻഡേർഡിനെതിരെ ഗുരുതരമായ ആശങ്കകളാണ് ഉണർത്തുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ഒരു അവസ്ഥ വന്നത് അല്ലേ? ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ കൺട്രി ആണെങ്കിൽ പോലും നമ്മൾ വിറ്റാമിൻ D അല്ലെങ്കിൽ കാൽഷ്യം സപ്ലിമെന്റ്സ് എന്തിനാണ് എടുക്കുന്നത്? രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് വാക്കിൽ പോകുന്നതിലൂടെ നമുക്ക് വിറ്റാമിൻ D, അതായത് സൂര്യപ്രകാശം കിട്ടുന്നതിലൂടെ നമുക്ക് വിറ്റാമിൻ D കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കാൽഷ്യം റിച്ച് ആഹാരം കഴിക്കുന്നതോടുകൂടി കാൽഷ്യവും നമുക്ക് കിട്ടും. അപ്പോൾ ഈ സപ്ലിമെന്റ്സ് എടുക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പല മെഡിസിൻസിലും നമ്മൾ അമിതമായി ആശ്രയിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്തുന്നതിലൂടെ, നമ്മൾ ഫിറ്റ് ആയിരിക്കുന്നതിലൂടെ, എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഇങ്ങനെയുള്ള മെഡിസിൻസിലുള്ള ആശ്രയം നമുക്ക് കുറയ്ക്കാൻ കഴിയുകയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഈ ഒരു ഇന്ത്യയുടെ
ഫാർമസ്യൂട്ടിക്കൽ കണ്ടീഷനെ പറ്റിയും ഈ ഡ്രഗ് ടെസ്റ്റിനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യുക.